സുലൈമാൻ തുർക്കിയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഞാനിട്ട വീഡിയോയുടെ കീഴിൽ സുലൈമാന്റെ ഫാൻസ് വന്നിട്ട് പറയുന്നത്, മാരിയോ ബ്രദർ മറ്റുള്ളവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്, ധാരാളം പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് മാരിയോ ബ്രദറിനെതിരെ ഒന്നും പറയരുതെന്നാണ്. ആ കമന്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇവരെയൊക്കെ എത്ര എളുപ്പത്തിൽ ആളുകൾക്ക് പറ്റിക്കാൻ കഴിയുന്നു എന്നോർത്ത് സുലൈമാൻ ഫാൻസിനോട് എനിക്ക് സഹതാപവും തോന്നി. ഞങ്ങളുടെ നാട്ടിൽ കാർന്നോമാര് പറയും, അയലത്തെ വീട്ടിലെ സദ്യക്ക് വിളമ്പുമ്പോൾ കാണിച്ചു തരാം എന്റെ ഔദാര്യം എത്രത്തോളം ഉണ്ടെന്ന്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? സ്വന്തം വീട്ടിലെ സദ്യക്ക് പിശുക്കിയേ വിളമ്പുകയുള്ളൂ. താൻ പണിയെടുത്ത് ചോര നീരാക്കി സമ്പാദിച്ച പണം കൊണ്ട് നടത്തുന്ന സദ്യയല്ലേ, അപ്പൊ പിശുക്കിയേ വിളമ്പൂ. പക്ഷേ അയൽപക്കത്തെ വീട്ടിലെ സദ്യക്ക് വിളമ്പാൻ നിൽക്കുമ്പോൾ ഔദാര്യമായി വിളമ്പും. താൻ വളരെ ഔദാര്യവാനാണെന്ന് കാണിക്കുന്ന രീതിയിൽ വിളമ്പും. കാരണം എന്താ? താൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ല ആ സദ്യ നടത്തുന്നത്, മറ്റൊരാളുടെ കാശ് കൊണ്ടാണ്. അങ്ങനെയുള്ള സദ്യകളിൽ എത്ര വേണമെങ്കിലും വിളമ്പി ഔദാര്യവാൻ എന്ന് പേരെടുക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. സ്വന്തം വിയർപ്പൊഴുക്കി സമ്പാദിച്ച കാശ് കൊണ്ട് സദ്യ നടത്തിയിട്ട് ഔദാര്യവാൻ എന്ന് പേരെടുക്കട്ടെ, അതല്ലേ അതിന്റെ ശരി, അല്ലേ? സുലൈമാൻ തുർക്കിയുടെ ചാരിറ്റിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. സുലൈമാനോ ഭാര്യയോ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ല അവർ ചാരിറ്റി ചെയ്യുന്നത്, നാട്ടുകാരുടെ കാശ് കൊണ്ടാണ്. അതിനുവേണ്ടി അവർ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വരുത്തുന്നുമുണ്ട്.